ശ്രീ എച്ച് സലാം, അങ്ങേക്ക് 12 മിനിറ്റ് സംസാരിക്കാം. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ. നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മേഖല കാലത്തിനനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തികമായ ഒരു മികവിന് നിശ്ചയമായി നമുക്കിനി ആശ്രയിക്കാൻ കഴിയുന്ന വ്യവസായ മേഖലയാണ്. നമ്മുടെ കാർഷിക മേഖല ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരുന്ന നിലയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നത്തെ കൂടി അടിസ്ഥാനമാക്കി മൂല്യവർദ്ധിതമായ സംരംഭങ്ങളിലേക്ക് കടന്ന് അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയുള്ള വ്യവസായ വികസനം നമ്മൾ സാധ്യമാക്കുക എന്നുള്ളത് കേരളത്തിന് സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴും അത്തരം പ്രയാസങ്ങൾ വന്നാലും നമുക്ക് സ്വന്തം കാര്യം നിൽക്കാൻ കഴിയുന്ന നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിശ്ചയമായി നമ്മുടെ വ്യവസായ പുരോഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. സാർ, ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, അതിൻ്റെ ഒന്നാം പിണറായി ഗവൺമെൻറ്റും അതുപോലെ സെക്കൻഡ് പിണറായി ഗവൺമെൻറ്റും കൃത്യമായ വ്യവസായ നയം നിശ്ചയിച്ച് അതിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാ മേഖലകളിലും ഒരു ലോകത്തിൻ്റെ ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് ഏതെല്ലാം മാറ്റത്തിലൂടെ നമ്മുടെ വ്യവസായ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ അതെല്ലാം ഗൗരവമായി ആലോചിച്ചുകൊണ്ട് തന്നെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പുരോഗതി നിശ്ചയമായി നമുക്കിന്ന് ദർശിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സ്കൂളിലെ യൂണിഫോം മുതൽ ചാന്ദ്രയാൻ ദൗത്യത്തിലെ ഏറ്റവും മികവിൻ്റെ ഉന്നതിയിലേക്ക് വരെ നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിലെ നിലപാടുകൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് സാർ. നമ്മുടെ പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി കൈത്തറി തൊഴിലാളികൾ, ആ കൈത്തറി ഉൽപ്പന്നങ്ങൾ, അത് സ്വാഭാവികമായും ഒരു വ്യവസായത്തിൻ്റെ പ്രയാസങ്ങൾ നേരിട്ട ഘട്ടത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നിലപാടാണ് യൂണിഫോമിൻ്റെ ഭാഗമായി ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇവിടെ മുൻപ് പ്രതിപക്ഷം ഉൾപ്പെടെ സഭയിൽ പറയുമ്പോൾ കെൽട്രോണിനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ആ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ മാധ്യമ സഹായത്തോടെ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് 395 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ കെൽട്രോൺ എന്ന പ്രധാനപ്പെട്ട സ്ഥാപനത്തെ ഏറ്റവും മുഖ്യമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്, ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അഭിമാനകരമായ ചാന്ദ്രയാൻ ദൗത്യത്തിൽ നമുക്കും ഒരു പങ്കുണ്ടായി എന്ന് നമുക്കെല്ലാം അഭിമാനിക്കാൻ വകയുണ്ടാക്കിയത് അങ്ങനെയാണ്. സാർ, ഇങ്ങനെ നമ്മൾ നോക്കിയാൽ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ ഏതെല്ലാം നിലയ്ക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് മറ്റു പല മേഖലയിലുള്ള പോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പ്രയാസം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് നമ്മളുടെ വ്യവസായ പുരോഗതിക്ക് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി അതിനെ 2 നോഡുകളിലായി 1400 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. പക്ഷെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി ലഭ്യമാക്കേണ്ട അനുമതി കിട്ടുന്നില്ല, ലഭിക്കേണ്ട അനുമതി കിട്ടുന്നില്ല. എന്തായാലും കുറേ കാലത്തിന് ശേഷം മലയാള മനോരമ ആ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് വരെ സന്തോഷമുണ്ട്. കേന്ദ്ര ഇടനാഴിയിൽ കുടുങ്ങി വ്യവസായമെന്നാണ്. അങ്കമാലിയിലെ ഗിഫ്റ്റ് സിറ്റിയുടെ അനുമതിക്ക് വേണ്ടി മുഖ്യമന്ത്രി വീണ്ടും കത്തെഴുതിയിരിക്കുകയാണ്. സർ, 840 കോടി കിഫ്ബിയുടെ പണം സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ട പദ്ധതിയാണ്. നമുക്ക് ഇത്തരം പദ്ധതികളുടെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായി തന്നെ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന വ്യവസായ പുരോഗതിയാണ്. പാലക്കാട് ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിൻ്റെ കേന്ദ്രം ഇപ്പോഴും അനുമതി കേന്ദ്രം തന്നിട്ടില്ല. സർ, വ്യവസായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നേരത്തെ പെരിന്തൽമണ്ണ അംഗം സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പ്ലൈവുഡ് ഫാക്ടറി അനുമതിയെക്കുറിച്ചിട്ടാണ്. നമ്മൾ 1400 കോടി മുടക്കി 1400 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞ പദ്ധതിക്ക് കേന്ദ്ര BJP ഗവൺമെൻറ് തടസ്സമുണ്ടാക്കുന്നു എന്ന കാര്യം ഒരു വാക്കുകൊണ്ട് ഈ സമയത്ത് പറയണ്ടേ? ഏത് നില നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വ്യവസായ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനം സൃഷ്ടിക്കാൻ കിൻഫ്ര വഴി വളരെ വലിയ സൗകര്യമാണ് ഉണ്ടാക്കുന്നത്. അതാകെ ഞാൻ വിശദീകരിച്ച് പറയേണ്ടതായിട്ടില്ല. 393 യൂണിറ്റുകൾക്കായി 211.34 ഏക്കർ ഭൂമി, 5,34,671 സ്ക്വയർ ഫീറ്റ് ഇതിനകം അലോട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പടിപടിയായി നമുക്ക് അങ്ങനെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ വ്യവസായത്തെ ഉയർത്താൻ ശക്തമായ നിലപാട് നമ്മുടെ വകുപ്പ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന നില കാണാൻ കഴിയുന്നു. ധാരാളം പ്രമുഖ കമ്പനികൾ കേരളത്തിലേക്ക് വന്നു. TCS, ടാറ്റ എലക്സി, വി ഗാർഡ്, അഗാപ്പെ, ഹൈക്കോൺ,
വിൻവിഷ് ടെക്നോളജി, ട്രാൻസേഷൻ, ഷിപ്പിംഗോ, ജോളി കോട്സ് ഇങ്ങനെ തുടങ്ങി ധാരാളമായ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ധാരാളം കമ്പനികൾ നമ്മുടെ കേരളത്തിലെ വ്യവസായ മേഖലയിലേക്ക് കടന്നെത്തപ്പെട്ടു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. എല്ലാ മേഖലയിലും വ്യവസായ മേഖല കൈവയ്ക്കുകയാണ്. അമ്പലമുകളിൽ 481 ഏക്കറിൽ 1200 കോടി മുടക്കിയിട്ടാണ് പെട്രോ കെമിക്കൽ പാർക്ക് നിർമ്മിക്കുന്നത്. സാർ, ഇങ്ങനെ നമ്മൾ നോക്കിയാൽ വ്യവസായത്തിൻ്റെ വൈവിധ്യവൽക്കരണം, കാലത്തിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ ഇതെല്ലാം രൂപകൽപ്പന ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ഭാവനാപൂർവമായി ഒരു വകുപ്പിനെ നയിക്കാൻ കഴിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു സർക്കാരിൻ്റെ ഒരു കാലത്തിന് അനുയോജ്യമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ നോക്കി ഏത് നില നോക്കിയാലും കാണാം, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന തൊഴിലില്ലായ്മ എന്നുള്ള കാര്യം സർക്കാർ സർവീസ് കൊണ്ട് മാത്രം നമുക്ക് നേടാൻ പറ്റില്ല. സ്വാഭാവികമായി വ്യവസായ വികസനത്തിലൂടെ പുതിയ ജോലി സാധ്യത കണ്ടെത്തി അതിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ ആവശ്യമായ നിലയിലേക്ക് കേരളം വളരുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ മേഖലയിൽ 20 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് അതിൻ്റെ ഭാഗമായി 1,08,242 പേർക്ക് ഡിജിറ്റൽ മേഖലയിൽ ജോലി കൊടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോമിൻ്റെ പ്രാഥമികമായ രൂപം തയ്യാറാക്കി. ഇങ്ങനെ പുതിയ ശാസ്ത്ര വളർച്ചയ്ക്കനുസരിച്ച് നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യം വ്യവസായ വകുപ്പിൻ്റെ ഓരോ മേഖലയിലെ കാര്യം നോക്കിയാലും കാണാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റാൻ വേണ്ടി ഒരു പരിശ്രമം ഗവൺമെൻറ് നടത്തുകയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ AI ചിപ്പ്, കൈരടി ചിപ്പിൻ്റെ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ശാസ്ത്രം വളർത്തിക്കൊണ്ടുവന്ന അന്തരീക്ഷങ്ങളെയെല്ലാം ഏതെല്ലാം നിലയിൽ ഈ കേരളത്തെ വളർത്തിയെടുക്കാൻ ഉപയോഗിക്കാൻ കഴിയും എന്ന കൃത്യമായ കാഴ്ചപ്പാട് വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട കാര്യം അത് വളരെയേറെ മുന്നോട്ട് 300 എണ്ണം ആയിരുന്നത് LDA വരുമ്പോൾ 300 എണ്ണമാണ്. ഇപ്പോൾ 5300 സ്റ്റാർട്ടപ്പാണ്. IT പാർക്ക്, നമ്മുടെ 3 IT പാർക്കുകളിലായി 65,200 തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു. 2016 ശേഷം IT സ്പേസ് 91.69 ലക്ഷം ചതുരശ്ര അടിയായി വർദ്ധിച്ചു. സാർ, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം KSDP ഞങ്ങളുടെ ജില്ല ആലപ്പുഴയിലാണ്. മുൻപ് KSDP UDF-ന്റെ കാലം പൂട്ടാൻ വെച്ചതാണ്. അവിടെ ഉണ്ടാക്കുന്ന മരുന്ന് പോലും കേരളം വാങ്ങൂലായിരുന്നു, കേരള ആരോഗ്യവും മേടിക്കത്തില്ലായിരുന്നു. ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു, നയം മാറ്റി. അവിടെ ഉണ്ടാക്കുന്ന മരുന്ന് സർക്കാർ വാങ്ങാൻ തീരുമാനിച്ചു, ആരോഗ്യവകുപ്പ് വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഏറ്റവും ശക്തമായി 40 ഉൽപ്പന്നമായിരുന്നത് 92 ഇനങ്ങളായി KSDP ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഈ കാലത്ത് കഴിഞ്ഞിരിക്കുന്നു. നോൺ ബീറ്റ ലാക്ട് മരുന്നുകളുടെ പ്ലാന്റ് പൂർത്തീകരിച്ച് അതിന് ഉൽപ്പാദനം ആരംഭിച്ചു. ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് നിർമ്മിക്കാൻ 231 കോടിയുടെ കിബി ഫണ്ട് ഉപയോഗിച്ച് ഓങ്കോളജി ഫാർമ നിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതി ആവിഷ്കരിച്ച് അത് പ്രഖ്യാപിച്ച് പണം മാറ്റിവെച്ച് അതിൻ്റെ DPR അന്തിമഘട്ടത്തിലാണ്. സാർ, ഈ സാധ്യത കേരളത്തിലെ വ്യവസായ വളർച്ചയ്ക്ക് ഇനിയും പ്രയോജനപ്പെടുത്താൻ കഴിയും. കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവൽ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മെഡിസിൻ വിൽപ്പന നടക്കുന്ന സംസ്ഥാനത്ത് ഒന്ന് കേരളം കൂടിയാണ്. സ്വാഭാവികമായും ഇനിയും നമുക്ക് ഏറ്റവും മെച്ചമായ നിലയിലേക്ക് എത്തിക്കാൻ കഴിയും. കാർഷിക മൂല്യവർദ്ധന ഉൽപ്പാദനത്തിന് വേണ്ടി ശ്രമമുണ്ട്. ആഗ്രോ പാർക്ക് എല്ലാ ജില്ലയിലും, റൈസ് ടെക്നോളജി പാർക്ക്, കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക്, മെഗാ ഫുഡ് പാർക്ക്, സ്പൈസസ് പാർക്ക്, നാളികേര പാർക്ക്, ഇങ്ങനെ വൈവിധ്യപൂർണമായ നിലയിലേക്ക് നമ്മുടെ വ്യവസായ മേഖലയെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു. സംരംഭക വർഷത്തിന്റെ ഭാഗമായുള്ള കാര്യം ഇവിടെ നേരത്തെ ആവർത്തിക്കേണ്ടതായിട്ടില്ല. 1 ലക്ഷം വെച്ചെടുത്ത് 1.5 ലക്ഷത്തിലധികമായി കടന്നു വന്നിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനം മികവോടെ ഉയർന്നു വരുന്നു എന്ന കാര്യം നിശ്ചയമായി നമുക്ക് കാണാൻ കഴിയുന്നു. സാർ, ഇങ്ങനെയെല്ലാം നമുക്ക് വ്യത്യസ്തമായ വ്യവസായ മേഖലകൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു. ഒപ്പം നമുക്ക് ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖല പരമ്പരാഗത വ്യവസായ മേഖലയാണ്. ആലപ്പുഴ ഉൾപ്പെടെ കയർ വ്യവസായത്തിൻ്റെ നാടാണ്. ആലപ്പുഴ കയർ വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഗൗരവമായി തരണം ചെയ്യാൻ വ്യവസായ വകുപ്പ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിനടിസ്ഥാനമാക്കേണ്ടത് സാധാരണ കയർ തൊഴിലാളിയുടെ ജീവിതമാണ്, അവരുടെ ഉപജീവനമാണ്, അവരുടെ വരുമാനമാണ് ഏറ്റവും മുഖ്യമായ പരിഗണനയായിട്ട് വരേണ്ടത്. കേവലമായി അക്കാഡമിക് പഠനവുമായി മാത്രം പരിമിതപ്പെടാൻ പാടില്ല. ആ മേഖലയിലെ പ്രതിസന്ധിയൊക്കെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടറിയാം. നമ്മുടെ തമിഴ്നാട്ടിൽ കേരളത്തിൽ ഉള്ളതിനൊക്കെ ഉൽപ്പാദന പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുന്നു, കേരളത്തിൽ കഴിയുന്നില്ല. അതിലൊരു ഘടകം കേരളത്തിൻ്റെ കൂലി വർധനവാണെന്ന് എതിരാളികൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളിക്ക് മെച്ചമായ കൂലി ഉണ്ടാക്കിയത് ഈ നാട് ഉയർത്തിക്കൊണ്ടുവന്ന ശക്തമായ സമരത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അതിനെ വിലമതിച്ചുകൊണ്ട്
എങ്ങനെ നമുക്ക് രണ്ടാം കയർ പുനഃസംഘടന ഭാഗമായി കുറേ അധികം കാര്യം ചെയ്തു. പരമ്പരാഗത തറി മാറ്റിയിട്ട് കയർ യന്ത്രവൽകൃതമായ തറി സാധ്യമാക്കി, ഉൽപ്പാദനക്ഷമത കൂട്ടി. ഇപ്പോൾ ഉള്ള പ്രശ്നം ഡിമാൻഡ് ഇല്ലാത്ത ഉൽപ്പന്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കമ്പോളത്തിൽ വേണ്ടാത്ത ഉൽപ്പന്നം ഉണ്ടാക്കി ഡിമാൻഡ് ഉണ്ടാവില്ല. സാർ, പരമ്പരാഗത വ്യവസായ മേഖല, കയറ്, കശുവണ്ടി, മത്സ്യം, ഈ 3 ഉൽപ്പന്നം നമ്മൾ നോക്ക്. വേൾഡ് മാർക്കറ്റിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല. ഈ 3 ഉൽപ്പന്നത്തിലും ആഭ്യന്തര കമ്പോളത്തിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല. ഒരു ഉൽപ്പന്നത്തിൽ ഡിമാൻഡ് കുറയാതെ ഒരു വ്യവസായം തകരുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തകർച്ച ഉണ്ടാകുന്നു എന്ന കാര്യം അതീവ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടാനും ആ പരിശോധനയിൽ മുഖ്യമായ കാര്യമായി കണക്കാക്കേണ്ടത് ആ രംഗത്ത് പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികളുടെ ജീവിതമാണ് എന്ന കാര്യം ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ പറ്റണം. ഇപ്പോൾ കയർ കോർപ്പറേഷൻ ഉൾപ്പെടെ വിദേശത്തു നിന്ന് നേരിട്ട് നമുക്ക് ഈ മാർക്കറ്റ് പിടിക്കുന്ന നിലയിലേക്ക് എല്ലാം ഉള്ള കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ മെച്ചമായ നിലയിൽ തന്നെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്തി നമുക്ക് ആ കമ്പോളം പിടിച്ചുകൊണ്ട് തന്നെ ഈ മേഖലയെ മെച്ചപ്പെടുത്താൻ കഴിയണമെന്നാണ് അഭ്യർത്ഥിച്ചത്. സാർ, 1 മിനിറ്റ് സാർ. കഴിയുന്നത് സാർ, ഇവിടെ നമ്മുടെ പെരിന്തൽമണ്ണ അംഗം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു നിയമസഭയ്ക്കുള്ളിലാണ് സംസാരിക്കുന്നതെന്ന് യാതൊരു ധാരണയില്ല വർത്തമാനം പറയാൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹം KPCC പ്രസിഡന്റിന്റെ ക്ലാസ് എവിടെയോ പോയി കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നേരത്തെ പറഞ്ഞ മൃഗത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം വായ പൊളിച്ചാൽ എപ്പോഴും പറയുന്നത് ആ മൃഗത്തെക്കുറിച്ചാണ്. എവിടെയോ പോയി ആ ഭാഷ കേട്ട് അതിന്റെ ക്ലാസ് കേട്ട് വന്ന് വർത്തമാനം പറയുകയാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു കേരളത്തിൽ, വല്ലാത്തൊരു ആവേശക്കാർ. ഇപ്പൊ അവസാനം പറഞ്ഞു തമിഴ്നാട്ടിൽ ഞങ്ങൾ ജയിച്ചത് ലീഗിന്റെ ഔദാര്യം. അപാരമായ ഒരു കട്ടി വേണം കേട്ടോ, അപാരമായ കട്ടി വേണം ഇതൊക്കെ പറയാൻ. നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ അവിടെ? ഇപ്പൊ ഉണ്ടോ? ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരം വിജയിച്ച സീറ്റുണ്ട് തമിഴ്നാട്ടിൽ. മധുരയുണ്ട്, കോയമ്പത്തൂരുണ്ട്, കന്യാകുമാരി ഉണ്ട്. നിങ്ങളുണ്ടോ? ഇതൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം പറഞ്ഞു പോയ കാര്യം ഞങ്ങൾക്കറിയാം. ദിക്റും സലാത്തും മാത്രമല്ല പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുപോയി സത്യം ചെയ്യിപ്പിച്ച് കമ്മ്യൂണിസ്റ്റായ കാഫിറായി പോകുമെന്നും ആഖിറത്തിൽ സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരാണ് നിങ്ങൾ. ഞങ്ങൾ പറഞ്ഞു പോയിട്ടില്ല ഈ കാര്യം കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ആ കാലമെല്ലാം പോയി, ആ പഴയ കാലമെല്ലാം പോയി എന്ന് യാഥാർത്ഥ്യബോധം പ്രിയപ്പെട്ട പെരിന്തൽമണ്ണ അംഗം ഒന്ന് ഉൾക്കൊണ്ടു പോകുന്നത് നല്ലതാണ് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.